ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI രംഗത്ത് വലിയൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓപ്പൺ AIയുടെ ChatGPT തരംഗം സൃഷ്ടിച്ചപ്പോൾ ഗൂഗിൾ അവരുടെ ജെമിനി AIയുമായി രംഗത്തുണ്ട്. തുടക്കത്തിൽ തന്നെ AI രംഗത്ത് ചുവടുവെച്ചെങ്കിലും ഗൂഗിൾ ഇപ്പോഴും ഓപ്പൺ AIയുടെ പിന്നിലാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ആ സംശയം ബലപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഈ വർഷം ജനുവരിയിൽ വന്നത്. അന്ന് ഓപ്പൺ AI ChatGPTയിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നു. നമുക്ക് ആവശ്യമുള്ള ജോലികൾ ഒരു നിശ്ചിത സമയത്ത് ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ ChatGPTയോട് പറയാൻ കഴിയുന്ന ഒരു ഫീച്ചർ. എന്നാൽ വൈകിയാണെങ്കിലും ഗൂഗിളും ഇപ്പോൾ അതേ പാതയിലേക്ക് വന്നിരിക്കുകയാണ്. അതെ, ഗൂഗിൾ അവരുടെ AI ചാറ്റ്ബോട്ടായ ജെമിനിയിൽ ഷെഡ്യൂൾഡ് ആക്ഷൻസ് എന്ന പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നു. വളരെ ലളിതമാണ്. നിങ്ങളുടെ പതിവ് ജോലികൾ കൃത്യസമയത്ത് ചെയ്യാൻ ജെമിനിയെ ഏൽപ്പിക്കാം. ഉദാഹരണത്തിന്, എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് എൻ്റെ ഇന്നത്തെ മീറ്റിങ്ങുകളുടെ ഒരു ലിസ്റ്റ് തരണം. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് ഈ ആഴ്ചയിലെ എൻ്റെ പ്രധാനപ്പെട്ട ഇമെയിലുകളുടെ ഒരു സമ്മറി വേണം. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുട്ബോൾ ടീമിൻ്റെ അടുത്ത മത്സരത്തിന് 1 മണിക്കൂർ മുൻപ് എന്നെ ഓർമ്മിപ്പിക്കണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ സെറ്റ് ചെയ്താൽ മതി. ജെമിനി അത് കൃത്യമായി നിങ്ങൾക്കായി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ കലണ്ടർ, ഇമെയിലുകൾ എന്നിവ പരിശോധിച്ച് വ്യക്തിപരമായ അപ്ഡേറ്റുകൾ നൽകാനും ഈ ഫീച്ചറിന് സാധിക്കും. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഈ കിടിലൻ ഫീച്ചർ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കില്ല. ആർക്കൊക്കെയാണ് ഇത് ലഭിക്കുക? ഗൂഗിളിന്റെ പെയ്ഡ് വേർഷനുകളായ AI Pro അല്ലെങ്കിൽ അൾട്രാ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക്, ചില പ്രത്യേക ഗൂഗിൾ വർക്ക് സ്പേസ് ബിസിനസ് എഡ്യൂക്കേഷൻ പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്കും ഈ ഫീച്ചർ ലഭിക്കും. അതായത് സാധാരണ സൗജന്യമായി ജെമിനി ഉപയോഗിക്കുന്നവർക്ക് ഈ ഫീച്ചർ ലഭ്യമാകില്ല. ChatGPTയിൽ ഈ ഫീച്ചർ വന്നപ്പോൾ ഒരേ സമയം 10 ടാസ്കുകൾ വരെ ഷെഡ്യൂൾ ചെയ്യാനേ സാധിക്കുമായിരുന്നുള്ളൂ. ജെമിനിയിലും ഇത്തരത്തിൽ പരിധിയുണ്ടോ? പഴയ ടാസ്കുകൾ താൽക്കാലികമായി നിർത്താനോ ഡിലീറ്റ് ചെയ്യാനോ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഗൂഗിൾ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മറ്റ് പ്രധാന അപ്ഡേറ്റുകൾ ഈ പ്രഖ്യാപനത്തിനൊപ്പം ഗൂഗിൾ മറ്റു 2 കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. ജെമിനി 2.5 Pro. കോഡിംഗ് രംഗത്ത് കൂടുതൽ കഴിവുകളുള്ള ജെമിനിയുടെ പുതിയതും ശക്തവുമായ വേർഷൻ ഉടൻ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. ജെമിനി ലൈവ്. ജെമിനിയുമായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ജെമിനി ലൈവ് ഫീച്ചർ ഉപയോഗിക്കാൻ ഇനി കൂടുതൽ എളുപ്പമാണ്. സ്ക്രീനിന്റെ വലതുവശത്ത് നിന്ന് ഇടത്തേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓപ്പൺ AIയെ പിടിക്കാൻ ഗൂഗിൾ ശക്തമായി ശ്രമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. പണം നൽകി ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ മികച്ച ഫീച്ചറുകൾ നൽകാനാണ് ഗൂഗിളിന്റെ ഇപ്പോഴത്തെ ശ്രമം. ജെമിനിയുടെ ഈ പുതിയ ഷെഡ്യൂൾഡ് ആക്ഷൻസ് ഫീച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഉപകാരപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.